ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ പാഷൻ എക്സ്പ്രോണ് വണ്ടി എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓയിൽ ചേഞ്ചിനായിട്ട് വന്നതാണ്. നമുക്ക് അതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ്ങിനും എൻജിൻ്റെ സംബന്ധമായിട്ട് നമ്മൾ പഴിച്ചതെന്ന് പറഞ്ഞ പോലെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻ ഫിൽട്ടർ ബ്ലോക്ക് ആവുക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് 100% ഒന്നും പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഇത്ര അഴുക്കുണ്ട് അതിനകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററാണ് നമ്മളത് പറയുന്ന പരിധി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഇതേപോലെ തന്നെ സ്ക്രീൻ ഫിൽട്ടർ ബ്ലോക്ക് വരാറുണ്ട് സാധാരണ. ഇത് താരതമ്യേന കുറവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് റോട്ടർ ഫിൽറ്ററും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ക്രാങ്കിനകത്തേക്ക് പോകുന്ന ഓയിൽ ഇവിടെ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമാണ് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന അഴുക്കാണ് ഈ കാണുന്നത്. ശരിക്കും നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പേസ്റ്റ് കണക്ക് നിൽക്കുന്നത് ഈ കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ഓയിലിനെ ഇതിനകത്തിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ആ കട്ടിയുള്ള അഴുക്കുകൾ അതിൻ്റെ ഉള്ളിൽ സൈഡിലേക്ക് തെറിച്ച് പോവുകയും നല്ല ഓയിൽ ഉള്ളിലേക്ക് തെറിച്ചില്ലേയും. അതാണ് ശരിക്കും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഓയിൽ ചേഞ്ച് 2 ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് 3ാമത്തെ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് എൻജിൻ ലൈഫ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽട്ടർ ക്ലീനിൽ കൂട്ടത്തിൽ നമുക്ക് ഓയിൽ മാറി പോകുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഓരോ 3000 കിലോമീറ്റർ ബേസിലാണ് ഓയിൽ ചേഞ്ച് വരാം. 4 മാസം കൂടുമ്പോൾ സർവീസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതായത് ഓൾറെഡി നമുക്ക് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇതേപോലുള്ള മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായിട്ട് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും വിത്ത് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ, ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് ഒരു വാറണ്ടി ക്ലെയിമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മളത് ഓക്കെ ആയി പോകുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത സർവീസിൻ്റെ ഡേറ്റ് ഇനി നമുക്ക് 3 സർവീസാണ് വരാം. ആ സർവീസിൻ്റെ കറക്റ്റ് ഡേറ്റുകൾ അവിടെ നിന്ന് പറഞ്ഞു തരും. അത് പറഞ്ഞു തന്നിട്ടുണ്ടാവണം. അപ്പോൾ അതും പ്രകാരം ഫോളോ അപ്പ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻജിൻ സംബന്ധമായിട്ടുള്ള സൗണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നല്ല, നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിരുന്നു. അത് ശരിക്കും നമുക്ക് ചെയിൻ സ്പോക്കറിൻ്റെയാണ് കംപ്ലയിൻറ്റ്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ചെയിൻ ഓവർലാപ്പിംഗ് ആണ്, കയറി ഇറങ്ങിയാണ് ചെയിൻ വർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാലുമ്മേ ഫുഡ് റെസ്റ്റുമ്പോൾ നമുക്ക് ഒരു തെരിപ്പ് പോലെ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ചെയിൻ സ്പോക്കറ്റ്. ഇപ്പോൾ ഇതാണ് ചെയിൻ, നമുക്ക് ചെയിൻ കറക്റ്റ് സെറ്റിങ്ങിലാണ് വെച്ചേക്കണേ. പക്ഷേ നമ്മൾ ആ വീല് കറങ്ങുന്ന സമയത്ത് ആ ചെയിൻ വർക്ക് ചെയ്യുന്ന രീതി നോക്കിയോളൂ, കയറി ഇറങ്ങിയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഈ കയറ്റിറക്കം ആ വണ്ടി ഓടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ആ കറക്റ്റ് അല്ലാത്തൊരു ഫീലാണ് നമുക്ക് ആ കാലുമ്പോൾ കിട്ടണം കേട്ടോ. അതല്ലാതെ കൊണ്ട് എൻജിൻ സംബന്ധമായിട്ടുള്ള വേറെ ഒരു പ്രോബ്ലമോ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വണ്ടിക്കില്ല. പിന്നെയുള്ള ഒരു ചെറിയൊരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ നിന്ന് വൈസറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ വൈബ്രേഷൻ. അത് ഫൈബറാണ്. നമ്മൾ എത്രയൊക്കെ ചെയ്താലും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അതേപോലെ ചെറിയൊരു വൈബ്രേഷൻ കാണിക്കും. അത് വൈബ്രേഷൻ ആവുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചൊന്നും വെക്കാനും പറ്റില്ല. കാരണം നമുക്ക് പിന്നീട് എപ്പോഴേലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് മീറ്ററോ അതേപോലെ ഹെഡ്ലൈറ്റ്, വൈസർ, വിൻഡ് സ്ക്രീൻ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അഴിക്കേണ്ടി വരുന്ന പാർട്സുകളാണ്. അപ്പോൾ അതൊന്നും ഒരു വലിയ പ്രോബ്ലമായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്തല്ല. അത് കാരണം അത് നോർമലായിട്ട് കോമൺ ആയിട്ട് എല്ലാ വണ്ടികളിലും കണ്ടുവരുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെയിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്താലാണ് അത് മാറുള്ളൂ. കാരണം ഇത് അത്യാവശ്യം ചെയിൻ ലൂസ് ചെയ്ത് എന്ന രീതിയിൽ നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനൊന്നും ആയിട്ടുമില്ല. അപ്പോൾ പരമാവധി നോക്കാം. ഒട്ടും നമുക്ക് പറ്റില്ല, കംഫർട്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റി കളയാനാണ് മാറുകയുള്ളൂ. വേറെ അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്ന ചെയിനിന് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്, ഓയിൽ ചേഞ്ച് ആണ് തന്നെ. അപ്പോൾ അതിൻ്റെ ഞാനൊരു എസ്റ്റിമേറ്റും എൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസ് സഹിതം ഞാൻ എൻ്റെ വാട്സാപ്പിനകത്തേക്ക് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.